ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് നല്ലവനാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 34:8 യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിനെ സ്നേഹത്തോട് നോക്കൂ. കർത്താവെ, നീ നല്ലവനാണ്, നീ വല്ലഭനാണ് എന്ന് പറഞ്ഞ് കുറച്ച് നിമിഷങ്ങൾ ഹൃദയത്തിൽ നിന്ന് അവനെ സ്തുതിക്കൂ. നല്ലവൻ, ശക്തൻ, സർവപര്യാപ്തൻ എന്നിങ്ങനെ അവനെ പാടുകയും ഉയർത്തുകയും ചെയ്യുക. അവൻ നല്ലവനായതിനാൽ അവൻ നമ്മുടെ മേൽ അളവാക്കാനാവാത്ത നന്മ ചൊരിയുന്നു. വാക്കുകളിൽ മാത്രം അവൻ നല്ലവനാണെന്ന് പറയുന്നതിൽ നാം നിർത്തരുത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിലും അവൻ നല്ലവനാണെന്ന് നാം ആസ്വദിക്കുകയും കാണുകയും വേണം. ഒരു സാധാരണ ഭക്ഷണം രുചിച്ചതിന് ശേഷം അത് തയ്യാറാക്കുന്ന ഒരാളെ നാം അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കർത്താവിൻ്റെ നന്മ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടത് എത്രയോ ആവശ്യമാണ്. ദാവീദ് ഒരു യുവാവായിരുന്നപ്പോൾ കർത്താവ് നല്ലവനാണെന്ന് അവൻ ആസ്വദിച്ചു. അവനൊരു ഇടയനായിരുന്നപ്പോൾ കർത്താവ് നല്ലവനാണെന്ന് അവൻ ആസ്വദിച്ചു. ഗോലിയാത്തിനെ തോൽപ്പിച്ചപ്പോൾ കർത്താവ് നല്ലവനാണെന്ന് അവൻ രുചിച്ചറിഞ്ഞു. കർത്താവ് ഒരു അമ്മയെപ്പോലെ അവനെ ആശ്വസിപ്പിച്ചപ്പോഴെല്ലാം കർത്താവ് നല്ലവനാണെന്ന് അവൻ രുചിച്ചറിഞ്ഞു. ദാവീദ് ഇപ്പോൾ രുചിച്ചറിഞ്ഞ അതേ കർത്താവ് തന്നെ അവനെ രുചിച്ചനുഭവിക്കാൻ നമ്മെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നാം കർത്താവിനെ രുചിച്ച് അവൻ നല്ലവനാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ നാം അവൻ്റെ കൃപയും ആസ്വദിക്കുന്നു. തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവെ, നീ നല്ലവനും ക്ഷമിക്കാൻ ഒരുക്കമുള്ളവനും നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമൃദ്ധമായി കരുണ കാണിക്കുന്നവനുമാണ്. ഇത് സങ്കീർത്തനം 86:5 കാണപ്പെടുന്നു. ബൈബിളിൽ ദൈവം നല്ലവനാണെന്ന് ആവർത്തിച്ച് വിശേഷിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ നന്മ പല ഭാഗങ്ങളിലും അവൻ്റെ കരുണയുമായി അടുത്ത ബന്ധമുണ്ട്. ലോകത്തിൽ നല്ലവരായി കാണപ്പെടുന്ന നിരവധി ആളുകളെ നാം കാണുന്നു. അവർ മധുരമുള്ള വാക്കുകൾ സംസാരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ അവരെ എളുപ്പത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു ദിവസം അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുകയും അവരുടെ ദുഷ്ട സ്വഭാവ വിശേഷങ്ങൾ ഒരു കടിക്കുന്ന സർപ്പം പോലെ പുറത്തു വരികയും ചെയ്യുമ്പോൾ നാം കലങ്ങുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. ദൈവവചനം പറയുന്നു, എഴുതിപ്പെട്ടിരിക്കുന്നത് പോലെ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. മനസ്സിലാക്കുന്നവൻ ഇല്ല. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി. അവർ ഒരുപോലെ പ്രയോജനമില്ലാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഇത് റോമർ 3:10-12 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ദൈവം എന്ന ഏകനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് ലൂക്കോസ് 18:19 പറയപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവ് യഥാർത്ഥത്തിൽ നല്ലവനാണോ എന്ന് നിങ്ങളെ സംശയിക്കാൻ സാത്താൻ പദ്ധതിയിടുന്നു. ഈ ഉദാഹരണം പരിഗണിക്കുക. ഒരു കലാകാരൻ ഒരു മാസ്റ്റർ പീസ് വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം അത് ചിതറിക്കിടക്കുന്നതും അർത്ഥശൂന്യവുമായ വരികളായി തോന്നിയേക്കാം. പകുതി വഴിയിൽ കാണുമ്പോൾ പെയിന്റിംഗ് ഒട്ടും നല്ലതല്ലെന്ന് ഒരാൾക്ക് തോന്നിയേക്കാം. എന്നാൽ നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന് അവസാനം നോക്കിയാൽ ഒരിക്കൽ ആകർഷകമല്ലെന്ന് തോന്നിയ ആ വരകൾ പോലും മനോഹരവും അർത്ഥവത്തുമായി മാറുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ക്ഷമയോടെ കർത്താവിന്റെ പ്രവൃത്തി നിരീക്ഷിച്ചാൽ അവസാനം അവൻ എല്ലാം നന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ യഥാർത്ഥത്തിൽ നല്ലവനാണെന്ന് നിങ്ങൾ അറിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ സംഖ്യാപുസ്തകം 5-6 അധ്യായങ്ങൾ, വൈകുന്നേരം മർക്കോസ് 4 1-20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.